വെൽക്കം ബാക്ക് ടു JP വ്ളോഗ്സ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ചെറിയൊരു അനാലിസിസ് വീഡിയോ ആണ്. ഇന്നലെ സിനിമ കണ്ടു. ഈ ഒരു ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ വായിച്ച ഒരാളെന്ന നിലക്ക് ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സിനിമയാണ്. ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ പിന്നെ ഈ ഒരു മാർച്ചിൽ റിലീസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റോടു കൂടി കാത്തിരുന്ന ഒരാളാണ്. അപ്പോൾ സിനിമ ഇന്നലെ കണ്ടു. സിനിമയെ കുറിച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സിനിമയാണ്. നമ്മളെല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കേണ്ടുന്ന ഒരു സിനിമ തന്നെയാണ്. ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു 16 വർഷത്തെ ഒരു കഷ്ടപ്പാടും ഡെഡിക്കേഷനും, അതുപോലെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ഒരു ഡെഡിക്കേഷൻ, സമർപ്പണം ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി അവരൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കഷ്ടപ്പാടിനും പിന്നെ അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കേണ്ടുന്ന ഒരു സിനിമയാണ് അത്. അങ്ങനെ ഒരു വിജയം ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2013 തുടക്കത്തിലൊക്കെയാണ് തോന്നുന്നു ഞാനിത് വായിച്ചത്. ആ സമയം ഞാൻ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയമാണ്. അതായത് ഞാൻ IT ജോലിയിൽ കയറിയിട്ട് ഒരു 3rd year ഒക്കെ ആയിട്ടൊരു സമയമാണ്. ഈ IT ജോലി ചെയ്ത ആളുകൾക്ക്, ഇപ്പോഴും ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം, നമ്മുടെ ആ ഒരു ഇനീഷ്യൽ കരിയർ, ആ ഒരു സമയം എന്ന് പറയുന്നത്, ഒരു ആദ്യത്തെ ഒരു 3-4 വർഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. അതായത് നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി പോകുന്നൊരു സമയമാണ്. അതായത് ഈ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിച്ച് നമ്മുടെ ജോലി തീർക്കണം. അപ്പോൾ ഒത്തിരി സ്ട്രെസ് ഉണ്ടാവും. നമുക്ക് ഓഫീസിലാണെങ്കിലും ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാലാണെങ്കിലും ഒക്കെയും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഒരു ഒഫീഷ്യൽ വർക്കിംഗ് അവേഴ്സ് 8 to 9 hours ഒക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു 12-13 മണിക്കൂറൊക്കെ മിക്കപ്പോഴും നമ്മൾ ഓഫീസിൽ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ വീക്കെൻഡും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഈ നമ്മുടെ ഒരു ഇനീഷ്യൽ കരിയർ എന്ന് പറയുന്നത്, ആ ഒരു സമയം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെ നമ്മൾ ജീവിതം മടുത്തു, ഈ ജോലിക്കൊന്നും വരണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നൊരു സമയമാണ്. പക്ഷെ നമുക്കങ്ങനെ ജോലി വിട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജോലി വിട്ടിട്ട് പോകാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ആ ഒരു കഷ്ടപ്പാടിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പുസ്തകം വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം വായിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഒത്തിരി നാളുകൾ നമ്മുടെ മനസ്സിൽ തന്നെ നിന്നു, എന്താ പറയുക, വല്ലാത്തൊരു മരവിപ്പ് ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതായത് നമ്മുടെ ഈ കഷ്ടപ്പാടൊന്നും ഒന്നുമല്ല, ഇതിലും എത്രയോ അധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഈ നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ രക്ഷപ്പെടാനായിട്ട് ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഗൾഫ് രാജ്യത്ത് പോകുന്നത്. എന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്താ പറയുക, ജീവിതം തന്നെ മാറി മറിയുന്നതാണ് നമ്മൾ ആ ഒരു പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മുടെ ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു നമുക്കൊരു തിരിച്ചറിവ്, അതേപോലെ നമുക്ക് പ്രത്യാശ, അങ്ങനെ പലതും തരുന്ന ജസ്റ്റ് ഒരു ഗൾഫുകാരൻ്റെ ഒരു കഷ്ടപ്പാട്, അല്ലെങ്കിൽ പുറംനാട്ടിൽ പോയ ഒരു മലയാളി അനുഭവിച്ചൊരു കഷ്ടപ്പാട് എന്നുള്ള നിലക്കല്ല ആ പുസ്തകം നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അതൊരു ഇൻസ്പിറേഷനാണ്, ഒരു വല്ലാത്തൊരു വായന അനുഭവമാണ്. അപ്പോൾ ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ആളുകളോളം നമുക്ക് പിന്നെ ജീവിതത്തിൽ പരാതികളൊന്നുമില്ല. എന്താ പറയുക, നമ്മുടെ ജീവിതത്തോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്. നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉള്ളൊരു തിരിച്ചറിവ് നമുക്ക് തന്നിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറന്നു പോകും. വീണ്ടും നമ്മൾ നമ്മുടെ പരാതിയും ഇതൊക്കെ ആയിട്ട് പിന്നെ ജീവിതം മുന്നോട്ട് പോകും. പക്ഷേ കുറച്ച് നാളത്തേക്ക് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ട് തന്നിട്ടുള്ളൊരു പുസ്തകമാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. പിന്നെ ഞാൻ ഈ പുസ്തകം വായിച്ചത് ഓർക്കാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, എനിക്ക് അന്നേരം ഫേസ്ബുക്കാണ്, വാട്സാപ്പ് ഒന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച സമയത്ത് ഞാനിങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അടുത്തായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ ഇങ്ങനൊരു പുസ്തകം അറിഞ്ഞിട്ടുണ്ട്, നീ ഇതൊന്ന് വായിച്ചു നോക്ക്. അപ്പോൾ അവൻ അത് വായിച്ചിട്ട് അത് കുറച്ച് നാളിന് ശേഷം എനിക്ക് തിരിച്ച് റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അവൻ ടോട്ടലി ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകളെ പല രീതിയിൽ എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് ബെന്യാമിൻ്റെ ആടുജീവിതം.
2013 പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം വായിച്ചത്. അതുകൊണ്ട് തന്നെ വായിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും സത്യത്തിൽ ഓർമ്മയില്ല. അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഇതാണ് ഇങ്ങനെയാണല്ലോ എന്ന് ഓരോ സീൻസ് കാണുമ്പോൾ നമുക്ക് ഓർത്തെടുക്കുമായിരുന്നു കുറേ കാര്യങ്ങൾ. പക്ഷേ ആ വായിച്ചപ്പോഴുണ്ടായിട്ടുള്ള ഒരു അനുഭവം അതിപ്പോഴും നമുക്ക് അതുപോലെ തന്നെ ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആ പുസ്തകത്തിൽ നമ്മളെ സ്പർശിച്ച പല കാര്യങ്ങളും സിനിമയിലേക്ക് വരുമ്പം മാറ്റിയിട്ടുണ്ട്. അത് സമയപരിമിതി കൊണ്ടാണ്. ഒരു നോവലിന് അതുപോലെ എന്തായാലും സിനിമയാക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ്. അവർക്ക് പരിമിതികളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എന്തായാലും ഇതിലധികം സീൻസൊക്കെ എടുത്തിട്ടുണ്ടാവും. പിന്നെ കട്ട് ചെയ്തിട്ടുള്ളൊരു വേർഷനായിരിക്കും എന്തായാലും ഈ ഒരു 3 മണിക്കൂർ സിനിമ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാനൊരു കുറ്റമായിട്ട് പറയുന്നതല്ല. പക്ഷേ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ വരാത്തത് കൊണ്ട് ഈ നജീബുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. നമുക്ക് ഈ പുസ്തകം വായിച്ച് ആ വായനയിലൂടെ നമുക്ക് നജീബുമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു കണക്ഷൻ സിനിമയിൽ എനിക്ക് ആ ഒരു കണക്ഷൻ ഇല്ലാതെ പോലെ തോന്നി. അതായത് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയിട്ട് ആ സിനിമ കണ്ട സമയത്ത് നമുക്ക് വിഷമം വരുന്ന സീൻസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമുക്കങ്ങനെ ഞാൻ ആ സിനിമയെ കുറിച്ച് ഓർക്കാൻ മാത്രം അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഹാങ് ഓവർ ഉണ്ടായില്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ഫോർ എക്സാമ്പിൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ കാണാൻ പോയപ്പോൾ അപ്പം നമുക്ക് ആ സിനിമ കാണാൻ പോകുമ്പോൾ തന്നെ നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതായത് ശ്രീനാഥ് ബാസി കുഴിയിൽ വീഴാൻ പോകുന്നതാണ്, എന്തായാലും രക്ഷപ്പെടും, കൃത്യമായിട്ട് അറിയാം അതിൻ്റെ സ്റ്റോറി എന്താണെന്ന്. പക്ഷെ എന്നിട്ട് പോലും നമ്മളെ ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത്. നമ്മളെ ആ പിടിച്ചിരുത്തിയിട്ടുള്ള പല എലമെന്റ്സ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. ആ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഒരു 2-3 ദിവസത്തേക്കും മര്യാദയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. നമുക്കിങ്ങനെ കിടക്കുന്ന സമയത്തും ഒക്കെ പല ചിന്തകളായിരുന്നു ആ സിനിമയെ പറ്റിയിട്ടും ആ സിനിമയിലെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ചിന്തകൾ വന്നിട്ടുണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട്. അതേപോലെയാണ് ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം വായിച്ച സമയത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്തോ ഒരു സാധനം ഈ സിനിമയിൽ മിസ്സിംഗ് ആയിരുന്നു. ആ ഒരു ഇമോഷണൽ കണക്ഷൻ എവിടെയോ മിസ്സിംഗ് ആയതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2008 അത് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം നെറ്റ്ഫ്ലിക്സ് വെബ് സീരീസ് ഒക്കെ ഒട്ടുമിക്ക എല്ലാ ആളുകളും ഈ വെബ് സീരീസ് ഒക്കെ കാണുന്ന ആളുകളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വെബ് സീരീസ് ഒക്കെ ഇത്രയധികം ആളുകളിലേക്ക് എത്തിയത് കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനുള്ളിലായിരിക്കും. ഇത്രയധികം ആളുകൾ ഇങ്ങനെ വെബ് സീരീസ് കാണാൻ തുടങ്ങിയതും അതിൽ ഒത്തിരി അങ്ങോട്ട് ഇൻവോൾവ് ആയതും ഒക്കെ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനുള്ളിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എസ്പെഷ്യലി മലയാളികൾ. പക്ഷേ ഈ 2008 ഇറങ്ങിയ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം ഒരു വെബ് സീരീസ് മാതൃകയിലാണ് എനിക്ക് വായിച്ചപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ളത്. അതായത് ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും എന്തെങ്കിലും ഒരു സസ്പെൻസ് എലിമെന്റ് വെച്ചിട്ടാണ് ഓരോ അധ്യായം അവസാനിക്കുന്നത്. അത് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഓരോ അധ്യായം അവസാനിക്കുമ്പോൾ അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് നമ്മളത് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് ഞാൻ വായിച്ചിട്ടുള്ള 1-2 പുസ്തകമേ ഉള്ളൂ. അതിലൊന്നാണ് ഈ ആടുജീവിതം. അതായത് ഒരു ദിവസം ഇരുന്ന് ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർത്തതാണ്. വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പുസ്തകം വായിച്ചിട്ട് കരഞ്ഞൊരു അനുഭവം എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും ഈ ആടുജീവിതം വായിച്ചപ്പോഴായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് 2008 ഇറങ്ങിയിട്ടുള്ള ഈ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വെബ് സീരീസ് പോലെ അത്രയധികം വായനക്കാരെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് എഴുതിയ ബെന്യാമിൻ്റെ ആ എഴുത്ത് എന്ന് പറയുന്നത് അതൊരു മാസ്റ്റർ പീസാണ്. പക്ഷേ ആ ഒരു ക്യൂരിയോസിറ്റി എലിമെന്റ് ഈ സിനിമയിൽ മിസ്സിംഗ് ആയിരുന്നു. അതായത് ഈ സിനിമ കാണുമ്പം ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടാണ് ഈ സ്റ്റോറി പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടായിരുന്നില്ല പുസ്തകം ഉണ്ടായിരുന്നത്. പക്ഷെ അതും ഞാനൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ഒരു വലിയൊരു നോവൽ 3 മണിക്കൂർ സിനിമയാകുമ്പം നമുക്കങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ടാവാം അങ്ങനെ ഒരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി ഇല്ലാതെ ഒരു പ്രഡിക്റ്റബിൾ സ്റ്റോറി ആയിട്ടത് പോയത്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അതിശയിപ്പിച്ചത്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലെ പല സീൻസും എസ്പെഷ്യലി പൃഥ്വിരാജിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്. അതുപോലെ ഹക്കീമിനെ മീറ്റ് ചെയ്യുന്ന സീൻ, അതൊക്കെ കണ്ടപ്പം ശരിക്കും നമുക്ക് അന്ന് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ അത് വന്നു. നമ്മൾ അന്ന് വായിച്ചപ്പോഴുണ്ടായിരുന്ന ആ ഒരു ഫീലും പിന്നെ നമുക്ക് അതൊരു വിഷ്വലി നമ്മളത് കാണുമ്പോൾ ഉള്ള അത് വിഷ്വലി ഭംഗിയായിട്ട് ബ്ലെസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫീല് വന്നു സെക്കൻഡ് ഹാഫ് കണ്ടപ്പം. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നജീബ് അവിടെ എത്തി
ആ ഒരു മരുഭൂമിയിലെ ഒറ്റപ്പെടലിലുള്ള നജീബിൻ്റെ യാത്ര അത് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിലായിരുന്നു അത് കംപ്ലീറ്റ് ആവുന്നത്. അതായത് നജീബിന് ആടുകളുമായിട്ടുള്ളൊരു ആത്മബന്ധം വരുന്നുണ്ട്. നജീബ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം, ഈ നോവലിൽ പറയുന്നത് നജീബ് അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ അവിടെ ഒരു ആട് പ്രസവിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നജീബിന് അറിയില്ല നജീബിൻ്റെ ഭാര്യ പ്രസവിച്ചോ എന്താണ് കുഞ്ഞൊന്നും അറിയില്ല. അപ്പോൾ നജീബ് വിചാരിക്കാണ് നാട്ടിൽ തൻ്റെ ഭാര്യയും പ്രസവിച്ച് കാണും. അങ്ങനെ ആ ആട്ടിൻകുട്ടിക്ക് നജീബ് നബീൽ എന്ന് പേര് വിളിക്കുന്ന ഒരു സീനുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പം അതൊക്കെ അങ്ങനെ നജീബ് ആ നബീൽ എന്ന് വിളിക്കുകയും മറ്റുള്ള ആടുകളും ഒക്കെ ആയിട്ട് നജീബിന് ഭയങ്കരമായിട്ടൊരു ആത്മബന്ധം വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന ഈ ഒരു കഥ കൊണ്ട് ബെന്യാമിൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരു ആളുടെ കഷ്ടപ്പാട് മാത്രമായിട്ടല്ല ഈ ഒരു കഥ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന ടൈറ്റിലിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ കഥയിൽ. അതായത് ഈ ആടുകളുമായി ഈ നജീബിന് പുറംലോകവുമായിട്ടൊരു ബന്ധവുമില്ല, സംസാരിക്കാൻ ആരുമില്ല, ആകെ കൂടിയുള്ളത് അർബാബാണ്. അപ്പോൾ അർബാബുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, അർബാബ് ഉപദ്രവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യം തന്നെ കാണുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആ മനുഷ്യനുമായിട്ടും കമ്മ്യൂണിക്കേഷൻ, അതായത് മലയാളമല്ല എങ്കിൽ പോലും ഒരാളുണ്ട് എന്ന് തോന്നിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ നജീബ് വരുന്ന സമയത്ത് ഈ ആടുകളെ നോക്കുന്നത്. ആ ആളും കുറച്ച് കഴിയുമ്പം ഇല്ലാണ്ടായി പോകുന്നതോടുകൂടി നജീബ് അവിടെ തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു തനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നത് ഈ നജീബിൻ്റെ കൂടെയുള്ള ആടുകളാണ്. അപ്പോൾ ആ ആടുകളുമായിട്ട് നജീബിന് വലിയൊരു ആത്മബന്ധം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ ആടുകളിൽ ഒരാളായി മാറുന്ന പോലെയാണ് നജീബിനെ, ഈ ആടുകളിൽ ഒരാളായി മാറുന്ന പോലെയാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതാണ് ആടുജീവിതം. ആ ഒരു ബന്ധം കാണിക്കുന്ന ഒരു സീനായിരുന്നു ഈ നജീബും ഒരു ആടും തമ്മിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സീന് നമ്മുടെ പുസ്തകത്തിലുണ്ട്. അത് സിനിമയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്, സിനിമയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നന്നായിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. കാരണം ഈ ഒരു 3 മണിക്കൂർ സിനിമയിൽ അത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. കാരണം അതിൻ്റെ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ തുടർച്ച കാണിക്കണം. അതായത് അത് കഴിഞ്ഞിട്ടുള്ള നജീബിൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ കാണിക്കണം. അപ്പോൾ അത് ഒത്തിരി കാണിച്ചെങ്കിൽ മാത്രമാണ് നമുക്കത് എന്താ പറയുക, അത് നമുക്ക് ഉൾക്കൊള്ളാനാവുള്ളൂ. കാരണം അതിൻ്റെ തുടർച്ച കാണിച്ചിട്ട് അത്രയും ഡെപ്തിൽ കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം നജീബ് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുള്ളൂ. പുസ്തകം വായിക്കുമ്പം ഈ ഒരു സീന് വരുന്ന സമയത്ത് നമുക്കൊരിക്കലും നജീബിനോട് അർപ്പമൊന്നുമല്ല തോന്നുന്നത്, മറിച്ച് എത്രത്തോളം നിസ്സഹായനാണ് നജീബ് എന്നുള്ളത് ആലോചിച്ച് നമുക്ക് അദ്ദേഹത്തിനോട് സഹതാപമാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ആണ് നജീബ് ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അത് കഥാകാരൻ്റെ ഭാവനയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെന്യാമിനെതിരെ ഒത്തിരി ഒരു സൈബർ അറ്റാക്ക് പോലെയൊക്കെ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ശരിക്കുള്ളൊരു കഥ പറയുമ്പം ഇല്ലാത്തൊരു കാര്യം ബെന്യാമിനൊരു മസാല പോലെ ചേർത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കറിയാം ഇതൊരിക്കലും ഒരു ആത്മകഥയല്ല, ഇത് നജീബിൻ്റെ അനുഭവം ബെന്യാമിൻ കേട്ടു. അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള പല ആളുകളുടെ അനുഭവങ്ങളും ഇമാജിൻ ചെയ്തുകൊണ്ട് ബെന്യാമിൻ എന്ന ഒരു എഴുത്തുകാരൻ എഴുതിയൊരു പുസ്തകമാണിത്. അപ്പോൾ അതിൽ ബെന്യാമിൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പെട്ടുപോയിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഇപ്പോൾ സംസാരിക്കുന്നില്ല, എന്താ പറയുക, ഒരു സംസാരിക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് എന്തൊക്കെ മാനസിക അവസ്ഥയിലൂടെ അവർ എന്തൊക്കെ മാനസിക അവസ്ഥയിലൂടെ അയാൾ കടന്നു പോവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. അത് അങ്ങനെ ചെയ്തത് കൊണ്ട് ആ അദ്ദേഹത്തോടുള്ള ഒരു റെസ്പെക്റ്റോ ഇഷ്ടമോ ഒന്നും ഇല്ലാണ്ടാവേണ്ടുന്നൊരു കാര്യമില്ല. കാരണം അതാണ് ആ ഒരു സാഹചര്യം അതാണ്. അപ്പോൾ അതിനെ തന്നെ പിന്നെ വീണ്ടും മതത്തിൻ്റെ കൂടെ കലർത്തിയിട്ടൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതായത് നജീബ് എന്ന് പറയുന്നത് ഒരു വലിയൊരു മതവിശ്വാസിയാണ്. അപ്പോൾ അങ്ങനെ മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു മൃഗമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരിക്കലും ഏർപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ടുള്ളൊരു തെറ്റാണ്, അത് നജീബ് ചെയ്തു എന്നുള്ള രീതിയിൽ ബെന്യാമിൻ എഴുതിയത് അതിലും വലിയ തെറ്റാണെന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരാൾ
ഇതിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ പറ്റില്ല. അതായത് പുറത്തു കടക്കാൻ ഒരു മാർഗവും തെളിയാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ, എന്താ പറയുക, മര്യാദയ്ക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കിടക്കാനൊരു ഒരു സ്ഥലം പോലും ഇല്ല, അങ്ങനെ നിൽക്കുന്ന ഒരാൾ, അയാളുടെ മുന്നിൽ ഈ മതത്തിനും ദൈവത്തിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം. ഇതിൽ ഈ ഒരു പുസ്തകം തുടങ്ങുന്ന സമയത്ത്, അതായത് ഈ നജീബ് അവിടെ എത്തിയ സമയത്തുള്ളൊരു സീനുണ്ട്. അതായത് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഒന്നുമില്ല, ഇദ്ദേഹത്തിന് ഇങ്ങനെ പെട്ടുപോയി എന്ന് ഉള്ള ഒരു അവസ്ഥയിൽ എത്തിയ സമയത്ത് ഇയാൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തണലാണ്. അതായത് ആ മരുഭൂമിയിൽ ഇത്രയും വെയിലും ചൂടും ഇങ്ങനെ ഏറ്റ് കിടക്കുന്ന സമയത്ത് ഒരിത്തിരി തണൽ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ചുറ്റിലും നോക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ, ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുകൾ വരാം, എൻ്റെ അന്നേരം വായിച്ച ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു ബെഞ്ചോ കട്ടിലോ പഴയ കട്ടിലോ അങ്ങനെ എന്തോ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു സാധനം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലോട്ട് നോക്കുമ്പം കുറച്ച് ആ ഒരു ഇത്തിരി ഭാഗം കവർ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഇത്തിരി തണൽ കണ്ടിട്ട് എന്താ പറയുക, യുറേക്ക എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്നിട്ട് അതിൻ്റെ താഴെ പോയി കിടക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീന് കാണുമ്പം ഈ വായിക്കുന്ന എല്ലാവരുടെയും കണ്ണ് നനയ്ക്കുന്ന ഒരു സീനാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊക്കെ എത്രത്തോളം പ്രിവിലേജ് അനുഭവിക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മളുടെ ജീവിതത്തോട് എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവണമെന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു എഴുത്തായിരുന്നു അത്. അപ്പോൾ അങ്ങനെയൊക്കെ എത്തിപ്പെട്ടിട്ടുള്ള ഒരാൾ ഏതൊക്കെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാം, എന്തൊക്കെ ചെയ്തിരിക്കാം. ഇനി അങ്ങനെ നമുക്ക് ഇപ്പൊ തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യം, അതായത് ഈ പറയുന്ന ഈ ആടുമായിട്ടുള്ള ആ ഒരു കാര്യമൊക്കെ അത് ശരിക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിനൊരിക്കലും നമുക്ക് അതിനെ നമ്മൾ എന്താ പറയാ, അതിനെക്കുറിച്ച് വിമർശിക്കാനോ പറയാനോ ഒന്നും നമ്മൾ ആരുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി തിരിച്ച് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ആടുമായിട്ടുള്ളൊരു ആത്മബന്ധം ഒന്നും ഈ സിനിമ കാണിക്കാത്തതുപോലെ തോന്നി. തുടക്കത്തിലുള്ള ഒരു റൊമാൻസ് ഒക്കെ, അതായത് ഈ അമലാപ്പോളും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാത്തതുപോലെ തോന്നി. അതിന് പകരം ഈ പൃഥ്വിരാജ് അവിടെ എത്തിയപ്പോഴുള്ള അവിടുത്തെ ആളായി പൃഥ്വിരാജ് മാറുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ കുറച്ചുകൂടി കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമോഷണൽ കണക്ഷൻ നജീബുമായിട്ട് നമുക്ക് കിട്ടിയണേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഇമ്പാക്ട് സിനിമയ്ക്ക് തരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് അത് മാറ്റി നിർത്തിയാൽ ഞാൻ ഈ ഒരു പുസ്തകം വായിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യവും ഞാൻ പറയില്ലായിരുന്നു. അത്രയും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ആടുജീവിതം. അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അഭിനയം, അതായത് പൃഥ്വിരാജിനെ നമുക്കിതിൽ കാണാൻ സാധിക്കില്ല. പൃഥ്വിരാജിൻ്റെ ഇതുവരെയുള്ള എല്ലാ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പൃഥ്വിരാജിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ആടുജീവിതത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റ് കഥാപാത്രങ്ങൾ, ഹക്കീമായാലും പിന്നെ മറ്റേ ആഫ്രിക്കക്കാരനാണെങ്കിലും അർബാബാണെങ്കിലും എല്ലാവരും വളരെയധികം ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അവരുടെ ആക്ടിങ്ങിൽ. അതേപോലെ കുറേ വിഷ്വൽസും, ഈ കഴുകൻ കൊത്തിയൊലിക്കുന്ന സീനും പിന്നെ ഈ മരുഭൂമിയിലൂടെയുള്ള പ്രയാണം, അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തിയേറ്ററിൽ നമ്മൾ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സിനിമ കാണാത്ത എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ട് സിനിമയെ വിജയിപ്പിക്കണം. ഒത്തിരി ആളുകളുടെ കഷ്ടപ്പാടാണ്. അതിന് ഈ ഒരു സിനിമ ഒത്തിരി വിജയം ഡിസേർവ് ചെയ്യുന്നൊരു സിനിമയാണ്. അതുപോലെ ഈ പുസ്തകം വായിക്കാത്ത ആളുകൾ, ഈ സിനിമ കണ്ടിട്ട് പുസ്തകം വായിക്കാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ബെന്യാമിൻ്റെ ആടുജീവിതം നിങ്ങൾ വായിച്ചു നോക്കണം. ഈ സിനിമയിൽ കണ്ടത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ ആ പുസ്തകം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.